Hi students, welcome back. നമ്മൾ ഈ സെഷനിൽ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc of a circle ഇതും അതിന്റെ പുറമെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈ ഒരു രണ്ട് ടോപ്പിക്സ് ആണ് മെയിൻലി ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഈ തന്ന പോയിന്റ്സ് ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തിയറംസ് ആണ്. അതിൽ വേറൊരു ചെറിയ കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. ഒരു സർക്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ നമ്മളിങ്ങനെ രണ്ട് ഈക്വൽ കോഡ്സ് വരച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആർക്കിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്കിന്റെ ലെങ്ത്തും ഈ ഒരു ആർക്കിന്റെ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഉറപ്പാണല്ലോ അല്ലെ? പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഈക്വൽ ആർക്കിലുള്ള കോഡ്സ് ആണെങ്കിലും ആ കോഡ്സിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ കാര്യം കൂടി ഇതിലുണ്ട്. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് തീരെ നമ്മൾ പ്രോബ്ലത്തിലൊന്നും തീരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾ നോക്കിയേ, ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc at the center is double the angle subtended by it at any point on the remaining part of the circle. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മെയിൻലി ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുള്ള പ്രോബ്ലംസും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വെച്ചുള്ള പ്രോബ്ലംസും സ്ഥിരമായിട്ട് വരാനുണ്ട്. ഓക്കെ, സോ ഇവിടെ the angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിള് എന്താണോ അതിന്റെ ഹാഫ് ആണ് എന്തുണ്ടാവുക, ഈ ഒരു ആംഗിൾ ഉണ്ടാവുക എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ ഇപ്പൊ പ്രൂവ് ചെയ്യുക? സപ്പോസ് ഇപ്പം സംടൈംസ് അത് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും? നമ്മൾ പ്രൂഫ് ഒന്നും അല്ലാതെ ഇതിൽ തന്നിട്ടില്ല. എന്താ കാര്യം? പ്രൂഫ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലൊന്ന് നോക്കാം. ഇപ്പോ ചില കേസിൽ പ്രൂഫ് ഒന്നും തന്നിട്ട് തന്നെ ഇല്ല ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ ഇതിന്റെ പ്രൂഫ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ POQ ഈസ് ഡബിൾ ഓഫ് PAQ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. POQ ഈസ് ഡബിൾ ഓഫ് PAQ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം ഇതൊക്കെ ഒന്ന് മായ്ക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ എടുക്കുക. ഏത് ആംഗിൾ എടുത്തത്? BOQ ആണ്. ആംഗിൾ BOQ. ഈ ആംഗിൾ BOQ എന്ന് പറഞ്ഞാൽ ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OQA ആണ് എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OQA ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് യു ക്യാൻ സേ ദാറ്റ് ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ഡബിൾ ആംഗിൾ OAQ. അതെങ്ങനെ ഡബിൾ എന്നൊക്കെ പറയാൻ പറ്റുക? സത്യത്തിൽ ആംഗിൾ OAQയും ആംഗിൾ OQAയും എന്താണ്? സെയിം ആണ്. എന്താ സെയിം ആവാൻ കാരണം? ഈ ലെങ്ത് ഈസ് ഈക്വൽ ടു ഈ ലെങ്ത് ആണ്. രണ്ടും സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ്. സോ ആദ്യമായിട്ട് ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ട്വൈസ് ആംഗിൾ OAQ എന്ന് നമുക്ക് കിട്ടി. ഇതേ സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ആയി എന്നുള്ളത് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിലുള്ള രണ്ട് സൈഡ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സൈഡിന്റെ ആംഗിളിന്റെ സമ്മ് എന്താ വരിക? ഈ ഒരു എക്സ്റ്റേണൽ ആംഗിളിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കത് പ്രൂവ് ചെയ്യാം. എങ്ങനെയാ പ്രൂവ് ചെയ്യാം? ജസ്റ്റ് ഒരു ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ വരച്ചു. സപ്പോസ് ദിസ് ഇസ് 50. Suppose this is maybe you can take this as 60. This is 70. Okay, അല്ലെ? ഇതെങ്ങനെ 70 വരിക? 5 മാറും 13. സോറി, ഇത് എന്താ പറയുക, 70 അല്ല 50 വരിക. സോറി, 50 വരിക. കാരണം ടോട്ടൽ സം എത്ര വരിക? 1 സെക്കൻഡ്. 7 + 5 120 + 60 കറക്റ്റ് ആണല്ലോ. എന്ന് പറഞ്ഞാൽ 50 + 70 120 ആയി. 120 + 60 എത്ര ആയിട്ടുണ്ട്? 180 ആയിട്ടുണ്ട്. കറക്റ്റ്. നമ്മൾ ചെയ്ത ഒരു തെറ്റുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റിന്റെ ആംഗിൾ എന്തായിരിക്കും? അതാണ് നമ്മുടെ ചോദ്യം. അതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും?
ഇവിടെ എക്സ്റ്റേണൽ ആംഗിൾ ഈക്വൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റേണൽ ആംഗിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞത് അതെങ്ങനെ വരിക എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 50 ഉം 60 ഉം ആണെങ്കിൽ അതിന്റെ സം എത്ര 110 അല്ലേ വരിക. ഇതൊരു ലൈനാണ് അല്ലെ, ഇതൊരു ലൈനാണ്. ആ ലൈനിലുള്ള ടോട്ടൽ ആംഗിൾ, ഒരു ലൈൻ വരച്ചു, ഇങ്ങനെയുള്ള ആംഗിൾ എന്താ വരിക, അല്ലെ ഇങ്ങനെയുള്ള ആംഗിൾ എന്താ വരിക, 180 വരിക അല്ലെ. സോ ഇത് 70 ആണെങ്കിൽ ഇത് എന്തായാലും ഓട്ടോമാറ്റിക്കലി എത്ര വരണം, 110 വന്നേ പറ്റുള്ളൂ. സോ ഇതിന്റെ കറക്റ്റ് മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിലുള്ള ഒരു ആംഗിൾ അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സം ഓഫ് ദി അതർ ടു ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം എന്താ, ഇങ്ങനെ നോക്കുമ്പോഴും സമ്മ് 180 വേണം, ഈ ഒരു ആംഗിൾ പ്ലസ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴും സം എത്ര തന്നെ വേണം, 180 വേണം. സോ ഇവിടെ എന്ത് ആംഗിൾ വരികയാണെങ്കിലും ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് മാത്രമേ അത് വരാൻ പറ്റുള്ളൂ. അതാണ് അവിടെയുള്ള റീസൺ. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദിസ് പ്രൂഫ്. എന്താണ്, ഏറ്റവും ആദ്യം ആംഗിൾ BOQ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും സിമിലർലി ആംഗിൾ POB, ആംഗിൾ POB അല്ലെങ്കിൽ BOP എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ആണ് വരിക. മാത്രല്ല ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് റേഡിയസ്, ഈ റേഡിയസും സെയിം ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, ദിസ് ആംഗിൾ BOP അല്ലെങ്കിൽ POB എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ദാറ്റ് ഓഫ് എന്താണ് PAO ആണെന്ന് പറയാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എന്താ പറയാ, ആംഗിൾ PAO എന്ന് പറയാൻ പറ്റും, ആംഗിൾ PAO. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ട് കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ആക്ച്വലി രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഈ ഒരു ആംഗിളിന്റെ ഡബിൾ ആണ് ഇത് എന്നാണ് കിട്ടുക. ഈ ഒരു ആംഗിളിന്റെ ഡബിൾ ആണ് ഇത് എന്നാണ് കിട്ടുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ്, സെയിം ആ വരിക. ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ ആ വരിക. കാരണം എന്താണ്, ഇവിടെ ബേസിക്കലി അത് ഓപ്പോസിറ്റ് ടു റേഡിയസ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഈ ഒരു രണ്ട് ആംഗിളിന്റെ സമ്മ് എന്ന് പറഞ്ഞാലും എന്താ വരിക, ഈ ഒരു സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ളതിന്റെ ഡബിൾ ആണ് വരിക. അത്ര മാത്രമേ ഈ ഒരു പ്രൂഫിലുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ പ്രൂഫ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അത് അവിടെ ഒന്നോട്ട് മായ്ക്കണ്ട. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിന്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടാവുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്ക് നോക്കിയാൽ മതി, ഈ ഒരു ആർക്ക് നോക്കിയാൽ മതി, മേജർ ആർക്കും മൈനർ ആർക്കും. സോ ദിസ് ഇസ് മേജർ ആർക്ക്, ദിസ് ഇസ് മൈനർ ആർക്ക്. മൈനർ ആർക്കിൽ എന്താ പറയാ, സെന്ററിൽ ഉണ്ടാവുന്ന ആംഗിൾ അതിന്റെ ഡബിൾ മേജർ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണെന്നോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ എടുക്കാം, തിരിച്ചു എടുക്കട്ടെ, എങ്ങനെ വേണേലും എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു എന്താ പറയാ, രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ആംഗിൾ നിങ്ങൾ വരച്ചു, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു, ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിലുള്ള എല്ലാ ആംഗിളും സെയിം ആംഗിൾ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയതാ, ഇത് ഇങ്ങനെ വരച്ചതാ, ഇത് നിങ്ങൾ ഇങ്ങനെ വരച്ചതാ, ഇങ്ങനെ വരച്ചു. അങ്ങനെ വരച്ചാലും ഇവിടെ ക്യൂലേക്കാണ് വേണ്ടത്, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ലതാ. ഞാൻ ഇവിടെ ജസ്റ്റ് മാറ്റി വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ട്, ഇതാണ് സെന്റർ എന്നുള്ളത് നിങ്ങൾ എടുക്കുക, ഇതാണ് സെന്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്പോസ് യു ഹാവ് എ ലൈൻ ഹിയർ, അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു ആംഗിള് നിങ്ങൾ കാണുക, ഈ ഒരു ആംഗിള് കാണുക, ഈ ഒരു ആംഗിള് കാണുക. എങ്ങനെ കണ്ടാലും എന്താ വരിക, ഈ ആംഗിൾസ് ഒക്കെ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ബേസിക്കലി ഉള്ള ഒരു കാര്യം. ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ, അപ്പൊ അത് അതിന്റെ ചെറിയൊരു എന്താ പറയാ എക്സ്റ്റൻഷൻ ആണ് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഒക്കെ സെയിം ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന്റെ പുറമെ ഈ ഒരു ആംഗിളിന്റെ ഡബിൾ ആണ് എന്തുണ്ടാവുക, ഇവിടെ ഉള്ള ആംഗിൾ ഉണ്ടാവും. ഇതെന്താണോ അതിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. സോ ജസ്റ്റ് ആ ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. ഇനി അതേപോലെ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ, ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇത് ഓക്കെ. സോ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സെയിം സെഗ്മെന്റ്, ഇപ്പതാ നമ്മൾ വരച്ചത് ഒരു സെഗ്മെന്റ് അല്ലേ വരച്ചത്, അല്ലെ? സെഗ്മെന്റ് ആണ് വരച്ചത്. സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ്
എ സെഗ്മെന്റ് ആൻഡ് ദിസ് ഈസ് എ സെക്ടർ. നമ്മൾ പറഞ്ഞു രണ്ട് റേഡിയസും അതേപോലെ തന്നെ സെന്ററുമായിട്ടുള്ള ആ ഒരു സെക്ഷൻ, ഒരു കേക്കിന്റെ പീസ് പോലുള്ളതാണ് എന്ത് സെക്ടർ. സെഗ്മെന്റോ ഒരു പപ്പടം നിങ്ങൾ എടുത്തു എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആ ഒരു എന്താ പറയാ സെഗ്മെന്റ് എന്ന് പറയാം. അപ്പൊ സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളും എന്താണ്, വളരെ എപ്പോഴും സെയിം ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള രണ്ട് പ്രൂഫാണ്, അല്ലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ ഇതിന്റെ എന്താ പറയാ പ്രൂഫ് ഒന്നും അല്ല ചോദിക്കുക, ഇതിൻ്റെ ഒന്നും പ്രൂഫ് അല്ല ചോദിക്കുക. സോ ബേസിക്കലി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഐഡിയ കിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് പറയാനുള്ളത് ഇഫ് എ ലൈൻ സെഗ്മെന്റ്. അടുത്തതും നമുക്ക് പ്രൂഫ് പറയാൻ പറ്റുന്നതാണ്, പക്ഷെ പ്രൂഫ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പ്രൂഫ് പറയാം. ഇഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points subtends equal angle at 2 other point lying on the same side of the line containing the line segment, the 4 points lie on a circle, that is they are concyclic. എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് ഒരു സർക്കിളിലാവുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ വായിക്കുക. ഇത് വേറൊരു കാര്യം പറയാനുള്ള, കഴിഞ്ഞ രണ്ട് തിയറത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ ഇത്, പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. കാരണം തിയറംസ് എന്ന് പറഞ്ഞ് പ്രത്യേകം പേര് കൊടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. സോ ഇഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points subtends equal angle at 2 other point lying on the same side of the line containing the line segment, the 4 points lie on a circle. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് നമ്മൾ എടുക്കാം. എ ബി എന്നുള്ള ഒരു ലൈന് നമ്മൾ എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതേ ആംഗിൾ ഇവിടെ എന്തുണ്ട്, ഡി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എടുക്കുക. സെയിം സൈഡ് സെയിം ആംഗിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആംഗിൾസ്, അതേപോലെ തന്നെ സെയിം സൈഡ് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾ എടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എ ബി സി ഡി എല്ലാം എന്താ വരിക, എപ്പോഴും എല്ലാം എന്താ വരിക, ഒരേ സർക്കിളിലുള്ള 4 പോയിന്റ് ആയിട്ടാണ് വരിക. ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എന്താ പറയാ, ഇവിടെ എ ഡി ഇ എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോ ഡി എന്നുള്ള പോയിന്റ് അല്ല, ഇ ആണെന്ന് വിചാരിക്കുക, ആംഗിൾ എ ഇ ഡി ആണെന്ന് വിചാരിക്കുക, ആംഗിൾ എ ഇ ഡി ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഇ എന്ന് പറയുന്നത് എന്താണ്, ഇ എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണെന്ന് എടുക്കാം. ഈ ഉള്ളിലാണ് കേട്ടോ, ഈ ഉള്ളിലാണ്, ഉള്ളിലായിട്ടും എന്താ പറയുക, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എടുക്കാം. സർക്കിളിലെ പോയിന്റ് എന്നല്ല, ഇത് ഉള്ളിലായിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം എ ബി എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഈ കോഡിലുള്ള ഒരു ആംഗിൾ ആണ് എന്ത്, ആംഗിൾ എ സി ഡി. അതേപോലെ ഈ കോഡിലുള്ള ആംഗിൾ ആണ് എ ഡി ബി. അപ്പൊ അത് നമ്മൾ ചെയ്ത് ഒരു കുഴപ്പമില്ല, അത് പെർഫെക്റ്റ്ലി രണ്ടും ഈക്വൽ ആവാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, അത് ഓക്കെ ആണ്. കാരണം ഒരു എന്താ പറയാ, ഒരു സർക്കിളിന്റെ ഒരു ആർക്കിലുള്ള അല്ലെങ്കിൽ ഒരു കോഡിൽ നിന്ന് എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഉള്ള ആംഗിൾ സെയിം ആണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പേജിൽ രണ്ടാമത്തെ തിയറമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഇത് ആർക്കും പ്രശ്നമൊന്നുമില്ല, സിയും ഡിയും ഒരേ സർക്കിളിൽ വരാം, ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ നോക്കുന്നത് എന്താ, ഇവിടെ നമ്മളോട് പറയുന്നത് ഈ 4 പോയിന്റും ഒരു സർക്കിൾ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ, സെയിം സൈഡിൽ ഈക്വൽ ആംഗിൾ വന്നാൽ എന്നാണ് പറഞ്ഞത്. അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക, ഈ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ്, അതെന്താണ്, ആ സർക്കിളിൽ ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ സർക്കിളിന്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഇവിടെ ഒരു ആർക്കിൽ നിന്ന് ഉണ്ടാവുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആവും. എപ്പോ,
അത് ഒരു സർക്കിളിന്റെ ഒരു കോണിലാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് ഇവിടെ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ ഇറ്റ് വിൽ ബി ഓൺ ദ സെയിം സെഗ്മെന്റ് എന്ന് തിരിച്ചു നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി എന്ന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ എ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ ആക്ച്വലി ആംഗിൾ എ സി ബി ആംഗിൾ എ ഇ ബി ആണ്, സോറി ആംഗിൾ എ ഇ ബി ആണ്. ഓക്കെ, എ ഇ ബി എന്ന് പറയണ്ടേ, ഇവിടെ ബി അല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഈ ഇ എന്ന് പറയുന്ന പോയിന്റും എന്തായിരിക്കണം, ഈ സർക്കിളിൽ തന്നെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ഇ സോറി എ ഡി ബി ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആൻഡ് ബി ഇ ആൻഡ് ഡി ആർ സെയിം പോയിന്റ് എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് സെയിം കോഡാണ്, സെയിം കോഡിൽ സെയിം ആംഗിൾ വരണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് സർക്കിളിന്റെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വരണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് പ്രൂഫ് ഒന്നും ചോദിക്കാൻ തീരെ ചാൻസ് ഇല്ല, ബട്ട് പ്രോബ്ലത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഇത്രയും വലിയ പ്രൂഫ് ഒന്നും ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, ചോദിക്കാറില്ല. ഓക്കെ, ഇത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ next very important topic, that is the cyclic quadrilateral. What is cyclic quadrilateral? അല്ലെങ്കിൽ എന്താണ് cyclic quadrilateral ഇമ്പോർട്ടൻസ്, ക്വാഡ്രിലാറ്ററലിന്റെ ഇമ്പോർട്ടൻസ്? സോ ഏറ്റവും ആദ്യം ഈ cyclic quadrilateral എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 വെർട്ടെക്സ്, ഈ 4 വെർട്ടെക്സും ഒരു സർക്കിളിൽ ടച്ച് ചെയ്യണം. സർക്കിളിലാണ് 4 വെർട്ടെക്സും വേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിന് എന്തെന്ന് പറയാ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ഈ സർക്കിളിലുള്ള 1 പോയിന്റ് 2 പോയിന്റ് 3 പോയിന്റ് 4 പോയിന്റ് ഇതൊക്കെ വെർട്ടിസസ് ആണ് അല്ലെ? ഈ വെർട്ടിസസ് എല്ലാം എന്താണ്, ഒരു സർക്കിളിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലുള്ള പ്രത്യേകത എന്താണ്, ഇവിടെ നിങ്ങൾ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എത്ര വേണം, 180 ഡിഗ്രി വേണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ദ സം ഓഫ് ദി എയ്തർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഓൾവേസ് 180 ഡിഗ്രി അല്ലെങ്കിൽ ഈസ് 180 ഡിഗ്രി. ഇനി അതേപോലെ തിരിച്ചും പറഞ്ഞൂടെ, ഈ ദ സം ഓഫ് ദി പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി ദെൻ ദ ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്. അപ്പൊ എന്താ പറയാ, ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണെങ്കിൽ എന്താ പറയാ, ആ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സം ചെയ്ത് 180 വന്നാൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയാ, 360 ആണ് വരിക. സോ ഇത് രണ്ടും 180 വന്നാൽ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടി എന്ത് വരും, 180 വരും. കാരണം എന്താ, ടോട്ടൽ 360 അല്ലേ വരിക അല്ലെ? ടോട്ടൽ 360 അല്ലേ വരിക. കാരണം ഒരു ട്രയാങ്കിൾ ആണ് ടോട്ടൽ 180, ഒരു റെക്ടാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണെങ്കിൽ 360 വരും. ഇനി അതേപോലെ ഒരു പെന്റഗൺ ആണെങ്കിൽ എന്താ വരിക, 540 ആ ഒരു രീതിയിലാണ് വരിക. സോ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എത്ര വരിക, അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 വരും. ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു 3 ആംഗിളോ ചിലപ്പം എന്താ പറയുക 2 ആംഗിളോ തന്നിട്ട് അടുത്ത ആംഗിൾ കാണാനായിരിക്കും എക്സാമിന് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സപ്പോസ് യു ഗോട്ട് ഓൺലി 1 ആംഗിൾ then you can find the opposite angle. കാരണം എന്താ, ഒരു ആംഗിൾ ഇത് മാത്രം തന്നു, നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ആംഗിൾ എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് രണ്ടും സം ചെയ്ത് എത്ര വരിക, 180 ആണ് വരിക. ഈ ആംഗിൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സൈക്ലിക് ആണോ എന്നാണ് മെയിൻലി നോക്കേണ്ടത്. സൈക്ലിക് എങ്ങനെ നോക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് അതേപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പെയർ ഓഫ് ഓപ്പോസിറ്റ് എല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു സർക്കിളിൽ ടച്ച് ചെയ്യണം. മാത്രമല്ല ഇതിന്റെ സം ഈക്വൽ ടു ഇതിന്റെ സം ഈക്വൽ ടു എപ്പോഴും 180 ഡിഗ്രി ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രോബ്ലംസിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഇൻ ഫിഗർ എ ബി ആൻഡ് സി ആർ 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഇൻ ഫിഗർ ആണ്, ഫിഗർ A, B and C are 3 points on a circle with a center O such that angle BOC is equal to 30 degree, AOB equal to 60 degree. If D is a point on the circle other than the arc ABC, find angle ADC. ഇതാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ പേടിക്കണ്ട. ഫിഗർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് അത് വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ കോൺസെപ്റ്റ് മാത്രം മതി, ഏത് പ്രോബ്ലം ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ ഒരു ആംഗിള് ഇതെന്താണ്, ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് യൂസ് ചെയ്ത ഫിഗർ ആണ്. ഇതാ നോക്കിയിട്ടോ, ഇതാ
ഈ ഫിഗർ ആണത്. ഇതാ ഇങ്ങനെ ഒരു ഫിഗർ എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതിന്റെ പകുതിയാണ് ഇത് നമ്മൾ പറഞ്ഞില്ലേ. അതേ സംഭവം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫിഗറിൽ യൂസ് ചെയ്താൽ മതി. ഇതിന്റെ പകുതിയാണ് ഇത് എന്നാണ് പറഞ്ഞു വന്നത്. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതെത്രാന്ന് എങ്ങനെ അറിയാം? ഇതിവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്. എന്ത് ഇവിടെ ഏറ്റവും ആദ്യം ഇത് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ് ഇത്, 60 ഡിഗ്രിയാണ് ഇത്. അതേപോലെ ഇത് എത്രയാണ്? ഇത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരിക? രണ്ടും കൂടി കൂട്ടിയാൽ 60 + 30 എത്ര? 90 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പറയാൻ പറ്റും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90യുടെ ഹാഫ് ആണ് വരിക. ദാറ്റ് ഈസ് 45 ഡിഗ്രി. സെന്ററിൽ ഉണ്ടാവുന്ന ആംഗിളിന്റെ പകുതിയാണ് എന്താ പറയാ, സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് സെന്ററിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇതിന്റെ എന്താ പറയാ റീസണും കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ആദ്യം എഴുതാൻ പറ്റും ആംഗിൾ AOC. ഇവിടെ ഇത് O ആണ്. ആംഗിൾ AOC ഈസ് ഈക്വൽ ടു ആംഗിൾ AOB പ്ലസ് ആംഗിൾ BOC. ഇതാദ്യം എഴുതുക. ഒക്കെ ജസ്റ്റ് എഴുതിയാൽ മതി, കാരണം ആൻസർ നമുക്ക് കാണുമ്പോൾ തന്നെ കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു AOB എത്ര? 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ ADC, ഇതല്ലേ ചോദിച്ചത്, ആംഗിൾ ADC അല്ലേ ചോദിച്ചത്, ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ AOC. അതിന്റെ റീസൺ ഇവിടെ എഴുതാം. എന്താ റീസൺ എഴുതാ? ദി ആംഗിൾ അറ്റ് ദ സെന്റർ ഈസ് ആംഗിൾ കൺഫൈൻഡ് അല്ലെങ്കിൽ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ അറ്റ് ദ ആംഗിൾ അറ്റ് ദ സർക്കംഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ആംഗിൾ അറ്റ് ദ സെന്റർ ഈസ് ട്വൈസ് ഓപ്പോസിറ്റ് ട്വൈസ് ഓൺ ദ ഓപ്പോസിറ്റ്. എന്താ പറയാ, ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആർക്ക് എന്ന് പറയാൻ പറ്റും. ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയാൻ പറ്റും. ആർക്ക്. ഇത്രയും എഴുതാം. എന്നിട്ട് പറയാൻ പറ്റും എന്ത്? ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 90/2 ഈക്വൽ ടു 45 ഡിഗ്രി. ഇതോടുകൂടി എന്ത് ചെയ്തു? ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എ കോഡ് ഓഫ് എ സർക്കിൾ is equal to the radius of the circle. A chord of a circle is equal to the radius of the circle. Find the angle subtended by the chord at a point on the minor arc and also at a point on the major arc. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫിഗർ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗർ വരയ്ക്കണം. അപ്പൊ എന്താ ഫിഗർ വരയ്ക്കേണ്ടത്? എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് സെന്റർ ആണ്. എന്നിട്ട് എന്താണ്? കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഇസ് റേഡിയസ്, ദിസ് ഇസ് എ കോഡ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചരിച്ചു വരയ്ക്കാം. Okay, so
ഇതിനെ ഒ എ ബി എന്ന് പേര് വിളിക്കാം, ഒ എ ബി. ഓക്കെ, സോ എന്താണ് തന്നത്? എ കോഡ് ഓഫ് എ സർക്കിൾ. എന്താണ് കോഡ്? ലെറ്റ് കോഡ് എ ബി ഈസ് ഈക്വൽ ടു അപ്പോ ഇത് റേഡിയസിന് ഈക്വൽ ആണ് നമ്മൾ ആദ്യം എടുത്തു. എന്നിട്ട് എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക് ആൻഡ് ഓൾസോ അറ്റ് എ പോയിന്റ് ഓൺ ദ മേജർ ആർക്ക്. ഇതാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ദിസ് ലെങ്ത് ഈക്വൽ ടു ദിസ് ലെങ്ത് ഈക്വൽ ടു ദിസ് ലെങ്ത്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. എന്നിട്ട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക്. ഇതാണ് മൈനർ ആർക്ക്. ആൻഡ് മേജർ ആർക്ക്, ആൻഡ് മേജർ ആർക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ് let us name it as C and similarly let us name it as D. അപ്പൊ നിങ്ങൾ ആംഗിൾ എ സി ബിയും കാണണം, അതേപോലെ ആംഗിൾ എ ഡി ബിയും കാണണം. ഈ രണ്ട് ആംഗിൾ കാണണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? അതിന്റെ 3 സൈഡും ഈക്വൽ ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അല്ലേ? സോ അത് നമുക്ക് ആദ്യം പറയാൻ പറ്റും. therefore ട്രയാങ്കിൾ എ ഒ ബി ഈസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ equilateral triangle. That means angle AOB is equal to 60 degree. Angle AOB 60 degree ആണ് വരിക. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിലുള്ള സർക്കംഫറൻസിലുള്ള ആംഗിൾ എന്താ ഉണ്ടാവുക? ഇതിന്റെ പകുതിയാണ് ഉണ്ടാവുക. സോ ഡെഫിനറ്റ്ലി this is going to be 30 degree. അപ്പൊ നമുക്ക് പറയാൻ പറ്റും therefore angle AB angle ACB is equal to 1/2 into angle AOB. This is 1/2 into 60 equal to 30 degree. Equal to 30 degree. എന്താ റീസൺ പറയാ? റീസൺ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ആംഗിൾ അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദി ആംഗിൾ അറ്റ് ദ അതർ പാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് തന്നെ ഇവിടെയും പറ്റുമല്ലോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെയുള്ള ആംഗിൾ ഉണ്ടല്ലോ, ഏത്? ഇവിടെയുള്ള ആംഗിൾ എ ഒ ബിയുടെ എന്താ പറയാ, ആ ഒരു മോർ ദാൻ 180 വരുന്ന ആംഗിൾ ഉണ്ടല്ലോ, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ഡി ബിന്റെ ഡബിൾ ആണ് വരിക. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഏത് രീതിയിലും എടുക്കാൻ പറ്റും. അപ്പോ ഇവിടെയുള്ള ആംഗിൾ എന്താണോ അതിന്റെ പകുതിയാണ് ഇവിടെ വരിക. ഇവിടെയുള്ള ആംഗിൾ എന്താണോ അതിന്റെ പകുതിയാണ് ഇവിടെ വരിക. രണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ വരെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പ് വരുന്ന പ്രൂഫ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ ഈ ഒരു ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും ഉണ്ടല്ലോ. സോ എന്താ പറയാ, ഇവിടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയായി വരിക. അക്യൂട്ട് ആണെങ്കിലും അത് തന്നെ, ഒരു പ്രശ്നമില്ല. സോ ലെറ്റ് us ഫൈൻഡ് ദ ആംഗിൾ എ സി ബി ഈക്വൽ 30 ഡിഗ്രി. നമുക്കത് കിട്ടിക്കഴിഞ്ഞു. സോ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ഏതാണ്? ഇവിടെയുള്ള മേജർ ആർക്കിന്റെ അല്ലെങ്കിൽ മേജർ ആർക്കിലുള്ള ആംഗിൾ ആണ്. ഇനി മൈനർ ആർക്കിലെ കേസ് നമുക്ക് കാണണം. ആംഗിൾ എ ഡി ബി. എങ്ങനെ ഇപ്പൊ ആംഗിൾ എ ഡി ബി കാണാം? അതിനെന്താണ് ഒരു വഴി? നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഡി ബി സി അല്ലെങ്കിൽ എ സി ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഷേപ്പ്? വാട്ട് ഈസ് എ സി ബി ഡി? ഇറ്റ് ഈസ് എ quadrilateral and its vertices are on the circumference of a circle. അതിന്റെ വെർട്ടിസസ് ഒക്കെ എന്താ? സർക്കിളിലാണ് ടച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്താ പേര് പറയുന്നത്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഈസിലി സേ ദാറ്റ് quadrilateral ACBD are സൈക്ലിക് ആണ്.
അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ ADB പ്ലസ് ആംഗിൾ ACB is equal to 180 degree. Angle ADB plus angle ACB equal to 180 degree. Now, as you know the value of angle ACB, angle ADB will be 180 degree minus this 30 degree. So, you got the answer. It will be 150 degree. Problem done. Okay. So, baki edudam. Okay. Now, you can write for angle ACB, you can write 30 degree here. That means angle ADB is equal to 180 degree minus angle ACB is 150 degree. ഇതോടുകൂടി എന്ത് ചെയ്തു? പ്രോബ്ലം കഴിഞ്ഞു. ഈസി അല്ലേ? നമ്മുടെ പ്രൂഫിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് നമുക്ക് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഇവിടൊക്കെ നിങ്ങൾ റീസൺ എഴുതാണ് നല്ലതാണ്. എന്താണ്? സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ് സർക്കംഫറൻസിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Okay, so in this third question, we haven't got a cyclic quadrilateral. നമുക്ക് കിട്ടിയത് സൈക്ലിക് അല്ല. എന്താ സൈക്ലിക് അല്ലാത്തത്? ഇവിടെ OPQR എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. ഈ ഫിഗർ ചോദ്യത്തിൽ തന്നതാണ്. അപ്പോൾ OPQR ക്വാഡ്രിലാറ്ററൽ ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ബിക്കോസ് ഇറ്റ്സ് all the four vertices are not on the circle. ഈ O എന്നുള്ളത് മാത്രം എന്തല്ല, O എന്നുള്ളത് മാത്രം എന്തല്ല, സർക്കിളിലല്ല അല്ലേ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻ ഫിഗർ ആംഗിൾ PQR is equal to 100 degree where PQ and R are points on a circle with a center of find angle OPR. Angle OPR എന്താണെന്നാണ് ചോദിക്കുന്നത്. So this is what the question is all about. ഇതെന്താണെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ OPR എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്കിത് ചെയ്യാൻ പറ്റുക? ഇത് രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് മെത്തേഡിൽ ഒന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഹിയർ. എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് PQR S എന്ന് കൊടുക്കുക, S എന്ന് കൊടുക്കുക. ഇത് 100 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര വരിക? 80 ഡിഗ്രി ആണ് വരിക. 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് 80 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്? ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്? എന്താ പറയാൻ പറ്റുക? ഈ 80 ഡിഗ്രി ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് വരും എന്താണ്? 160 ഡിഗ്രി. അതേപോലെ ഈ 100ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിൾ എന്താ ഉണ്ടാവുക? അത് അതിന്റെ ഡബിൾ 200 ആണ് വരിക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി അത്രയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് 160 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രോബ്ലം കംപ്ലീറ്റഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. സെയിം ആണെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഈസിലി സേ ദാറ്റ് ദിസ് ട്രയാങ്കിൾ OPR is a isosceles triangle with two sides equal. രണ്ട് sides equal ആ. കാരണം എന്താ? OP is a radius and OR is also the radius അല്ലെ. സോ ഈ ഒരു ആംഗിള് POR അല്ലെങ്കിൽ ROP എന്ന് പറയുന്നത് 160 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്? ഇവിടെയുള്ള ആംഗിളും ഈക്വൽ ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ആംഗിൾ പ്ലസ് ഈ ഒരു ആംഗിൾ എന്ത് ചെയ്താൽ മതി? 180 സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 160 കിട്ടണം. എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് 20 ആണ്, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 10 ആണ് ആൻസർ വരിക. എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് സൈക്ലിക് ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൈക്ലിക് ആക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സൈക്ലിക് ആക്കാതെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. സോ ഏറ്റവും ആദ്യം ഇത് നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ഏറ്റവും മിനിമം സ്റ്റെപ്പിൽ ഇത് ചെയ്ത് കാണിക്കാം. ഏറ്റവും ആദ്യം given angle PQR is equal to 100 degree. PQR 100 degree എന്നുള്ളത് തന്നിട്ടുണ്ട്. That means angle POR
ഈ ഒരു ആംഗിള് ഇതെന്താ വരിക? POR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഇറ്റ് വിൽ ബി 200 ഡിഗ്രിയാണ് വരിക. അപ്പൊ ഇത് എന്താ പറയാ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾ ആണ് അല്ലെ. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ആംഗിൾ POR എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, എക്സ്റ്റേണൽ ആംഗിൾ POR എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. കൺഫ്യൂഷൻ വരുന്ന തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഒരു POR = 200 എന്ന് ഡയറക്റ്റ് എഴുതണ്ട, 2 സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. എങ്ങനെ 2 സ്റ്റെപ്പിൽ എഴുതുക? ഇവിടെ നമ്മൾക്ക് ഒരു പോയിന്റ് കൂടി ഇടാം, എന്നിട്ട് ഇത് നേരെ ജോയിൻ ചെയ്യാം. ഓക്കെ, so this is S, let us take this is P and this is R, let us take. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക, നേരെ നമ്മൾ POR = 200 എന്ന് പറഞ്ഞിനി പോണ്ട. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, let's take a point S on the circle so that PQRS is a എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക, ആംഗിൾ Q plus ആംഗിൾ S is equal to 180 ഡിഗ്രി. അതെങ്ങനെ കിട്ടുക? ഈ ഒരു ആംഗിൾ പ്ലസ് ഈ ഒരു ആംഗിൾ എന്തായാലും 180 അല്ലേ വരിക. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾക്ക് ആംഗിൾ PQR എന്നും ആംഗിൾ PSR എന്നും പറയാൻ പറ്റും അല്ലെ. അതല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, ആംഗിൾ Q പ്ലസ് ആംഗിൾ S എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ആംഗിൾ Q എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഉദ്ദേശിക്കുള്ളൂ അല്ലെ. അതേപോലെ S എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുക. സോ ആംഗിൾ S is equal to 180 minus 100 is equal to 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ S എന്ന് പറഞ്ഞാൽ എത്രയാ? 80 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ ബാക്കി നമുക്ക് പറയാൻ പറ്റുന്നത്, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്, നൗ ആംഗിൾ POR is equal to, അപ്പൊ ഇത് നമുക്ക് മായ്ച്ചു കളയാം. കാരണം നമ്മൾ POR എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. POR is equal to 2 into ആംഗിൾ, നമ്മൾ നേരത്തെ ആംഗിൾ S എന്നല്ല എഴുതിയ, ആംഗിൾ S എന്ന് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് 2 into 80 ഡിഗ്രി is equal to 160 ഡിഗ്രി എന്ന് വന്നു. 160 ഡിഗ്രി. ഓക്കെ, നൗ ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ ആണ്? POR, ട്രയാങ്കിൾ POR, you can say that PO is equal to അല്ലെങ്കിൽ OP is equal to OR implies angle OPR is equal to angle ORP. ഇപ്പൊ നമ്മൾ എന്താ എഴുതിയേ, ഈ ലെങ്ത്തും ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നാണ് എഴുതിയത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, therefore 160 ഡിഗ്രി പ്ലസ് ആംഗിൾ OPR പ്ലസ് ആംഗിൾ OPR. ഇതെന്താ OPR 2 പ്രാവശ്യം എടുക്കുക? കാരണം ഈ ആംഗിൾ ഈക്വൽ ടു എന്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, ആംഗിൾ ORP ഈക്വൽ ടു ആംഗിൾ OPR നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ടോട്ടൽ സം ഓഫ് ദി ആംഗിൾ ഇൻ എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റുന്നത് 2 ആംഗിൾ OPR is equal to 180 minus 160 degree, which is equal to 20 degree. That means angle OPR is equal to 20 by 2, that is nothing but 10 degree. അപ്പൊ ഇത് 10 ഡിഗ്രി ആണ്. ഇവർ എത്ര മാത്രമേ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമ്മളോട് തന്നിരിക്കുന്നത് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 69 ഡിഗ്രി, ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 31 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്.
എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ആംഗിൾ BDC. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഈ ഒരു ഫിഗർ തന്നത് കൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്, ജസ്റ്റ് ബൈ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഈ ഒരു ആംഗിള് 69 ഡിഗ്രി, ഈ ഒരു ആംഗിള് 31 ഡിഗ്രി, ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിൾ കിട്ടുമല്ലോ. അതെങ്ങനെ കിട്ടുക? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ BCAയിലുള്ള രണ്ട് ആംഗിൾ അറിയാം. മൂന്നാമത്തത് എങ്ങനെ കിട്ടുക? ജസ്റ്റ് 180യിൽ നിന്ന് ഈ രണ്ടിന്റെ സമ്മ് കുറച്ചാൽ പോരെ, അല്ലെ? സോ യു ക്യാൻ സേ ദാറ്റ് ഫ്രം ട്രയാങ്കിൾ ABC ആംഗിൾ BAC ഈസ് ഈക്വൽ ടു 180, അല്ലെ? 180യിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ രണ്ട് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യണം. 180 മൈനസ് എന്താ വരിക? 69 പ്ലസ് 31. 69 പ്ലസ് 31. അപ്പൊ 70യും 30യും 100, അല്ലെ? സോ 180 മൈനസ് 100 ആണ് ചെയ്യേണ്ടത്. സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് 180 മൈനസ് 100 is equal to 80 ഡിഗ്രി. 80 ഡിഗ്രി അത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? നമുക്ക് BAC അല്ലല്ലോ ചോദിച്ചത്, BDC ആ ചോദിച്ചത്. എങ്ങനെ അപ്പൊ BDC ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? എന്താണ് ഒരു വഴി? ഒരു പണിയില്ല. നമ്മൾ കഴിഞ്ഞ എന്താ പറയാ, കഴിഞ്ഞ തിയറത്തിന്റെ മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള BADC എന്നുള്ള സെഗ്മെന്റിലുള്ള ഒരു ആംഗിൾ ആണെന്ത്? BAC എന്നുള്ള ആംഗിൾ. അതേപോലെയുള്ള മറ്റൊരു ആംഗിൾ ആണെന്ത്? BDC. ഇത് രണ്ടും എന്താ ഉണ്ടാവുക? സെയിം ആണ് വരിക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ BDC ഈസ് ഓൾസോ ഈക്വൽ ടു 80 ഡിഗ്രി. എന്നിട്ട് റീസൺ എന്താ എഴുതാൻ പറ്റുക? ആംഗിൾ, ആ ഒരു തിയറത്തിന്റെ കാര്യം എഴുതിയാൽ മതി. ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഇത്രയും മാത്രമേ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ള, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്, അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ABC and D are 4 points on a circle. AC and BD intersect at a point E such that angle BEC is equal to 130 degree and angle ECD equal to 20 degree. Find angle BAC. Okay. സോ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം ഇവിടെ എന്താ? ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇങ്ങനെ നമുക്ക് 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? E ആണെന്ന് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് എ സെന്റർ എന്നുള്ളൊരു പോയിന്റ് എടുത്തു. സെന്ററിന്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ, വേറെ കാര്യം. സോ എനിവേ നമ്മളോട് ചോദിച്ചത് BEC എന്ന് പറയുന്നത് എത്രയാ? 130 ഡിഗ്രി തന്നിട്ടുണ്ട്. ECD എത്രയാ? 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് BAC. കാണേണ്ടത് എന്താന്നുള്ളത് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. ഇതാണ് കാണേണ്ടത്. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ ആദ്യം എഴുതുക. ഏത് ആംഗിള്? ആംഗിൾ ഏറ്റവും ആദ്യം ആംഗിൾ DEC. ആംഗിൾ DEC ഈസ് ഈക്വൽ ടു എന്താ? ആംഗിൾ DEC വരിക. DECയുടെ ആംഗിൾ ഒരു സംശയവുമില്ല എന്താ വരിക? 50 ഡിഗ്രിയാണ് വരിക. അതെങ്ങനെ കിട്ടുക? 50 ഡിഗ്രിയാണ് വരിക. കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് 180 മൈനസ് ആംഗിൾ BEC ആണ് വരിക. ആംഗിൾ BEC അതെങ്ങനെ വരുന്നത്? കാരണം ഇവിടെ DEB അല്ലെങ്കിൽ ആംഗിൾ അല്ലെങ്കിൽ BED എന്നുള്ളത് ഒരു ലൈനാണ്. BED എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. ലീനിയർ ആംഗിൾ എന്താ? 180 ഡിഗ്രി, അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 130 which is 50. അപ്പൊ അത് എന്താ പറയാ? ഒരു ലൈനിലുള്ള ടോട്ടൽ ആംഗിൾ ഇൻ എ ലൈൻ ഈസ് 180 ഡിഗ്രി. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ട്രയാങ്കിൾ
CDE, ട്രയാങ്കിൾ CDE. സോ നമുക്ക് ഇവിടെ എഴുതാം ഫ്രം ട്രയാങ്കിൾ CDE എന്താ പറയാൻ പറ്റുക? ആംഗിൾ CDE is equal to angle CDE is equal to 180 degree minus 150 degree plus 20 degree. ഇത് 20 എന്ന് നമുക്ക് ആദ്യം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇത് 130 എന്നുള്ള കാര്യവും ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 150യും 20യും കൂട്ടി എത്ര വരിക? 150യും അതേപോലെ തന്നെ 150 അല്ലല്ലോ, ഇത് 50 അല്ലേ, സോറി ഇത് എഴുതിയത് തെറ്റിദ്ധരിച്ചതാണ്. ഓക്കെ, സോ ദിസ് ഇസ് 50 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് 50. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ 180 മൈനസ് 50 പ്ലസ് 20 എത്ര വരിക? 180 മൈനസ് 70 എത്ര വരിക? 110 ഡിഗ്രി വരിക. 180 മൈനസ് 70 ആണ് വരിക. ദാറ്റ് ഈസ് 110 ഡിഗ്രി വരിക. ദാറ്റ് മീൻസ് യു ക്യാൻ ഈസിലി മാർക്ക് ദിസ് ആംഗിൾ ആസ് 110 ഡിഗ്രി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെയുള്ള എന്താ പറയാ BC എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ BADC എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദി സർക്കിൾ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു കോൺ എടുത്താലും കുഴപ്പമില്ല, ആർക്ക് എടുത്താലും കുഴപ്പമില്ല, ഈ ഒരു ആർക്ക് എടുത്താലും കുഴപ്പമില്ല. ആ ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിളിന്റെ ഒരു മൈനർ ആർക്കാണ് അല്ലെ? ആ ഒരു മൈനർ ആർക്കിലുള്ള എല്ലാ ആംഗിളും നമ്മൾ ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെയിം ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് ദ അതർ ടു എന്താ പറയാ, ഇതിലുള്ള രണ്ട് ലൈൻസ് അല്ലെങ്കിൽ ഈ ഒരു കോണിലുള്ള രണ്ട് ലൈൻസ്, ഇങ്ങനെ ഒരു കോൺ എടുക്കുകയാണെങ്കിൽ രണ്ട് ലൈൻ എന്തിൽ ടച്ച് ചെയ്യണം? BC എന്ന് പറയുന്ന രണ്ട് ലൈനിൽ ടച്ച് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താ കാണേണ്ടത്? ഫൈൻഡ് ആംഗിൾ BAC ആണ് കണ്ടത്. BAC എന്താ വരിക? ഈ ഒരു ആംഗിൾ ഈക്വൽ ടു എന്താ വരിക? ആംഗിൾ BAC വരിക. അപ്പൊ അത് എത്ര വരിക? 110 ഡിഗ്രി എന്നാണ് പറയേണ്ടത്. സോ അത് നമുക്ക് എഴുതാം. So now you can write angle BAC is equal to angle BDC. അപ്പോൾ നമുക്ക് റീസൺ എന്താ എഴുതാൻ പറ്റുക? ആംഗിൾ in the same segment are സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ BDC നമുക്ക് എത്ര കിട്ടിയത്? ആംഗിൾ BDCയോ അല്ലെങ്കിൽ ആംഗിൾ CDയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആംഗിൾ, ഇവിടെ നമ്മൾ നേരത്തെ CDE എന്നാണ് എഴുതിയത്. സോ ആംഗിൾ CDE അല്ലെ? ഇവിടെ BDC എന്ന് പറഞ്ഞാലും അതേപോലെ CDE എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം അല്ലേ? സോ ആംഗിൾ CDE is equal to എത്ര ഡിഗ്രിയാ? 110 ഡിഗ്രി അല്ലെ? 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ടൈപ്പ് പ്രോബ്ലംസിലൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2-3 കോൺസെപ്റ്റ് മാത്രമേ ഇതിൽ മെയിൻലി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന്, ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളും എന്താണ്? ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളും ഈക്വൽ ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്? സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആണ് സർക്കംഫറൻസിൽ ഉണ്ടാവുക അല്ലെ? സെന്ററിൽ ഉണ്ടാവുന്ന ആംഗിളിന്റെ പകുതിയാണ് സർക്കംഫറൻസിൽ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ 5 പ്രോബ്ലംസ് ചെയ്തത്. സോ ഈ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പേ ചോദിക്കാറുള്ളൂ മെയിൻലി, അല്ലാതെ പ്രൂവ് ദാറ്റ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. സോ ഇത് മാത്രമേ പറയാനുള്ളൂ. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇനി ജസ്റ്റ് സം 7 more question, ദിസ് ചാപ്റ്റർ വിൽ ബി ഓവർ. അപ്പോൾ ബാക്കി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.